ഏറ്റവും ആദരണീയനായ MGOCSM പ്രസിഡൻറ്റ് അഭിനന്ദനായ മറപ്രേം തിരുമേനി, MGOCSM ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന പ്രിയങ്കരനായ ജീസൺ അച്ഛൻ, പ്രിയപ്പെട്ട MGOCSM നേതൃനിരയിലുള്ള സജി അച്ഛൻ, ഇവിടെ വന്നിരിക്കുന്ന ഏറ്റവും ബഹുമാന്യരായ അച്ഛന്മാരെ, ഷമ്മാശന്മാരെ, പ്രിയ വിദ്യാർത്ഥി സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ വർഷത്തെ എൻ്റെ ഏറ്റവും സന്തോഷകരമായ ഒരനുഭവം എന്തായിരുന്നു എന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. അതൊരു യാത്രയായിരുന്നു. അട്ടപ്പാടിയിലേക്കുള്ള യാത്രയും അവിടെ നടന്ന MGOCSM കോൺഫറൻസുമാണ്. ഞാനൊരു അതിശയോക്തിയുമില്ലാതെ പറയുകയാണ്. കാരണം എനിക്ക് 10-12 വയസ്സൊക്കെ ഉള്ള സമയത്ത് ഞാൻ അട്ടപ്പാടിയിൽ പോയിട്ടുണ്ട്, ഭവാനിപ്പുഴയിൽ കുളിച്ചിട്ടുണ്ട്. അവിടുത്തെ ലിറ്റിൽ പൂർ മാൻസ് ഊട്ടി എന്ന് പറയുന്ന അട്ടപ്പാടിയുടെ പ്രകൃതി സൗന്ദര്യവും അവിടുത്തെ മനോഹരമായ കാലാവസ്ഥയും ഒക്കെ അനുഭവിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് വളരെ ബന്ധമുള്ള ഒരാളിനവിടെ സ്ഥലവും എസ്റ്റേറ്റും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് അവിടെ പോകുന്നത്. പക്ഷേ അന്നത്തെ ആ അനുഭവം ഞാനിപ്പോഴും ഓർക്കുന്നു. അവസാനം MGOCSM മീറ്റിങ്ങിൽ ഒത്തിരി കാര്യങ്ങൾ അവിടെ പ്ലാൻ ചെയ്തു. അഭിനന്ദ തിരുമേനിയും ജീസൺ അച്ഛനും അവിടെ വന്നിരുന്ന ചില വിദ്യാർത്ഥി സുഹൃത്തുക്കളും എല്ലാം ചേർന്ന് ഞങ്ങൾ മാർച്ചിലും ഏപ്രിലും ഒക്കെ പല പരിപാടികൾ പ്ലാൻ ചെയ്തിരുന്നതാണ്. കലയോടും സാഹിത്യത്തോടും ആധ്യാത്മികതയോടും ഒക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഞാനിന്ന് വളരെ സന്തോഷത്തോടെയാണ് അവിടുന്ന് പോകുന്നത്. പക്ഷേ നമുക്ക് സാഹചര്യമൊക്കെ മാറിപ്പോയി. അതുകൊണ്ട് അങ്ങനെയുള്ള പദ്ധതികളൊന്നും നടന്നില്ല. എങ്കിലും നമുക്ക് ഇങ്ങനെയൊരു സമ്മേളനം ഇവിടെ നടത്താൻ സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു അത്ഭുതമാണ്. ഈ കോവിഡ് പകർച്ചവ്യാധി ആരംഭിച്ചതിന് ശേഷം ഞാനിങ്ങനെ പൊതു മീറ്റിങ്ങുകളിലൊന്നും സംബന്ധിച്ചിട്ടില്ല. ഓൺലൈനായിട്ട് പലതിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ഫിസിക്കൽ മീറ്റിങ്ങിൽ എനിക്ക് തോന്നുന്നത് ആദ്യം വരികയാണ്. അപ്പം അട്ടപ്പാടിയിലെ ആ അനുഭവത്തിനും ഇപ്പോൾ ഇവിടെയുള്ള ഈ അനുഭവത്തിനുമൊക്കെ ഞാൻ അഭിനന്ദിയ അപ്രേം തിരുമേനിയോട് പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ തന്നെ സെക്രട്ടറി ജീസൺ അച്ഛനും പഠിക്കുന്ന കാലം മുതൽ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന ഒരു ബന്ധം എപ്പോഴും അത് നന്നായി സൂക്ഷിക്കപ്പെടുന്നു എന്നുള്ളതിലും ഞാൻ വളരെ സന്തുഷ്ടനാണ്. ഞാൻ ദീർഘമായിട്ട് പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല. 2-3 കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ. ഒന്നാമതായിട്ട് ഈ പരിമല തിരുമേനിയെക്കുറിച്ച് നമുക്ക് നമ്മുടെ ആളുകൾക്ക് ബഹുഭൂരിപക്ഷത്തിനുമുള്ള ഒരു ധാരണയുണ്ട്. തിരുമേനിയുടെ ജീവിത വിശുദ്ധിയും തിരുമേനിയുടെ മധ്യസ്ഥ പ്രാർത്ഥന വളരെ വിലപ്പെട്ടതാണ് എന്നുള്ളത് നമ്മളെല്ലാം അത് അംഗീകരിക്കുന്നതാണ്. നമ്മളെല്ലാം അത് ഒരു തരത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നതുമാണ്. ആ ഒരു ഡിവോഷൻ ടു ദി സെയിൻറ്റ് ഓഫ് പരുമല. എന്നാൽ തിരുമേനി ഇവിടെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. അത് വിശുദ്ധമായ നഗ്നതയെക്കുറിച്ചും അതിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചും ഇവിടെ സൂചിപ്പിച്ചു. എനിക്ക് പ്രത്യേകിച്ച് വളരെ പ്രയോജനകരമായി തോന്നി. കാരണം ഞാൻ അടുത്തയിടെ ഒരു ലേഖന പരമ്പര എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് ഈ വിഷയവും വരുന്നുണ്ട്. അപ്പോൾ തിരുമേനിയുടെ ആ ഉൾക്കാഴ്ച എനിക്ക് തീർച്ചയായും പ്രയോജനപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ തിരുമേനിക്ക് വിവിധ വ്യക്തിത്വ മാനങ്ങളുണ്ടായിരുന്നു. അതായത് നമ്മളൊരു മൾട്ടി ഡയമെൻഷണൽ പേഴ്സണാലിറ്റി എന്നോ അല്ലെങ്കിൽ പോളി ഡയമെൻഷണൽ പേഴ്സണാലിറ്റിയോ എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ബഹുമുഖമായ വ്യക്തിത്വമായിരുന്നു തിരുമേനിയുടെ. ഞാൻ പറഞ്ഞത് നമ്മുടെ ജനങ്ങൾ സാധാരണഗതിയിൽ ഒരെണ്ണം മാത്രമേ എടുക്കുകയുള്ളൂ. അത് സ്വാഭാവികമാണ്. തിരുമേനിയുടെ വിശുദ്ധ ജീവിതവും ഭക്തിയും മാത്രമാണ്. തിരുമേനി വലിയ സഞ്ചാരിയായിരുന്നു. എത്രയോ ആളുകൾ 100 വർഷങ്ങൾക്ക് മുൻപ് 120 വർഷങ്ങൾക്ക് മുൻപ് ജെറുസലേമിൽ പോയിട്ടുണ്ട്. അധികം പേരൊന്നും പോയി കാണുകയില്ല. പക്ഷേ തിരുമേനിയുടെ വ്യക്തിപരമായ ഒരു യാത്രയെ, അല്ലെങ്കിൽ സഭയോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു യാത്രയെ തിരുമേനി നമ്മുടെ കേരള സമൂഹത്തിന് മുഴുവൻ ആദരണീയമായ ഒരു വാതിൽ തുറക്കാൻ ഉപയോഗിച്ചു. തിരുമേനിയുടെ ഉറിച്ചിലെ യാത്രാ വിവരണം നിങ്ങൾക്കറിയാം. മനോഹരമായ യാത്രാ വിവരണം. അന്ന് യാത്രാ വിവരണം എഴുതുന്നവരൊക്കെ വളരെ ചുരുക്കമാണ്. എനിക്ക് തോന്നുന്നത് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ട മലയാളം യാത്രാ വിവരണവും അതായിരുന്നു.
അപ്പം ഞാനിപ്പോഴും അത് വായിക്കുന്നത് വളരെ വർഷങ്ങൾക്ക് മുൻപ് വായിച്ചതാണെങ്കിലും ഓരോ വാചകവും മനസ്സിൽ കിടക്കും. തിരുമേനി ഓരോ സ്ഥലവും കാണുമ്പം ഓരോ സ്ഥലത്തും ഈസ് ഓപ്പണിങ് എ വിൻഡോ ഫോർ അസ്. അല്ല, അത് വെറുതെ കണ്ടിട്ടോ ഞാൻ അത് കണ്ടു, അത് അടുത്തത് കണ്ടു, വിവരണമല്ല. സ്റ്റേയിങ് ദെയർ, മെഡിറ്റേറ്റിംഗ് ആൻഡ് ഓപ്പണിങ് എ ന്യൂ വിൻഡോ ഇൻ എ യൂണിവേഴ്സ് ഫോർ അസ്. അപ്പോൾ അത് സാർവലൗകികമായ ഒരു രചനയായി, സാഹിത്യകൃതിയായി, ആധ്യാത്മിക ഗ്രന്ഥമായി അത് മാറി. അത് തിരുമേനിയുടെ ഒരു വലിയ കാഴ്ചപ്പാടും സംഭാവനയുമാണ്. നമ്മളത് പരിമല പോകുന്ന ആളുകളാരും അതങ്ങനെ ചിന്തിക്കാറേ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തിരുമേനി വലിയ സാമൂഹ്യ വിപ്ലവകാരിയായിരുന്നു ഒരു വിധത്തിൽ പറഞ്ഞാൽ. കാരണം അധസ്ഥിതരായ ആളുകളെക്കുറിച്ച് തിരുമേനിക്ക് യഥാർത്ഥമായൊരു കൺസേൺ ഉണ്ടായിരുന്നു. അന്ന് സുറിയാനി ക്രിസ്ത്യാനി സമൂഹം അന്നത്തെ ഇവിടുത്തെ ഉയർന്ന ഹൈന്ദവ സമൂഹത്തെ പോലെ ജാതി ചിന്തയിൽ വേരൂന്നിയതായിരുന്നു. അതായത് നമുക്ക് ജാതി പറഞ്ഞിട്ടില്ല എങ്കിലും അതുപോലെയുള്ള ഒരു ജാതി വ്യവസ്ഥയുടെ ഭാഗമായി കഴിയാനാണ് സുറിയാനി ക്രിസ്ത്യാനികളും അവരുടെ നേതാക്കന്മാരും ആഗ്രഹിച്ചത്. അതുകൊണ്ട് 2000 വർഷം ഇവിടെ നമ്മൾ കഴിഞ്ഞെങ്കിലും കാര്യമായൊരു സംഭാവന നൽകാൻ നമുക്ക് സാധിച്ചില്ല. അതിനെ ബ്രേക്ക് ചെയ്യാനായിട്ടാണ് പരിമല തിരുമേനി ആഗ്രഹിച്ചത്. അത് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലും അദ്ദേഹം സ്ഥാപിച്ച ചില സ്ഥാപനങ്ങളിലും നൽകിയ വിദ്യാഭ്യാസത്തിനുമൊക്കെ ഉണ്ടായിരുന്നു. ഈ നമ്മളിപ്പോൾ ദളിതരെന്നൊക്കെ പറയുന്ന അധസ്ഥിതരായ ആളുകളെ അവർ ദൈവത്തിൻ്റെ മക്കളാണ്, അവർ നമ്മുടെ സഹോദരന്മാരും സഹോദരിമാരുമാണ് എന്ന് പൂർണ്ണമായ ബോധ്യത്തോടുകൂടി അവരെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ശ്രമിച്ചു തിരുമേനി. അതും പരിമല പോകുമ്പോൾ നമ്മളങ്ങനെ ചിന്തിക്കുന്നില്ല. നമുക്ക് മുന്നോക്ക സമുദായത്തിൽ സാമ്പത്തിക ക്ഷീണമുള്ളവർക്ക് സംവരണമുണ്ടെന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും അതിശക്തമായിട്ട് പിന്താങ്ങുകയും കൈയടിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ അതൊന്നും ഇല്ലാത്ത ആളുകളെക്കുറിച്ച് നമ്മൾ കാര്യമായിട്ടൊന്നും ചിന്തിക്കുകയുമില്ല. പത്രോസ് തിരുമേനിയും പറ്റും തുടങ്ങിയവർക്ക് നമ്മൾ പൂർണ്ണമായിട്ട് അത് വലിയ വിപ്ലവമായിരുന്നു, നമ്മൾ പൂർണ്ണമായിട്ടും മറന്നു കഴിഞ്ഞു. അപ്പോൾ തിരുമേനി ഒരു സാമൂഹ്യ രംഗത്തെ വിപ്ലവകാരിയും സഞ്ചാരിയും തിരുമേനി എഴുത്തുകാരനും സാഹിത്യകാരനായിരുന്നു. ഇതിലൂടെയെല്ലാം തിരുമേനി എന്താ ചെയ്തത്? ഇതിലൂടെയെല്ലാം ഒരു പുതിയ പ്രകാശം നമുക്ക് നൽകുകയാണ്, ആധ്യാത്മികമായ പ്രകാശം. അവിടെയാണ് തിരുമേനിയുടെ വിശുദ്ധിയുടെ അർത്ഥം നമ്മൾ കണ്ടെത്തണം. ഞാൻ 2-3 കാര്യങ്ങൾ മാത്രമേ സൂചിപ്പിച്ചുള്ളൂ. പിന്നെയുമുണ്ട്. തിരുമേനി ഒരു അധ്യാപകനായിരുന്നു, ഗുരുവായിരുന്നു. തിരുമേനി ഗുരുവായിരുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിരുന്ന കല്ലാശ്ശേരിൽ ബാവ, ഗീവറിസ്തിയം ബാവായും ഒക്കെ ആ ഒരു ആധ്യാത്മിക പാരമ്പര്യത്തിൻ്റെ ജ്വാല ഏറ്റുവാങ്ങിയവരാണ്. അദ്ദേഹം സൗഖ്യദായകനായിരുന്നു, ഹീലറായിരുന്നു. എല്ലാ ക്രിസ്ത്യാനികൾക്കും ഇന്ന് ഒരാൾ എന്നോട് എഴുതി ചോദിച്ചിരുന്നു, വിദേശത്ത് നിന്നാണ്, എല്ലാ ക്രിസ്ത്യാനികൾക്കും ഹീലിങ്ങിനുള്ള ചുമതലയുണ്ടോ, ഹീലിങ്ങിനുള്ള വരം കിട്ടുമോ? യാതൊരു സംശയവുമില്ല. ഹീലിംഗ് എന്ന് പറയുന്നത് സഭയുടെ മുഴുവൻ ചുമതലയാണ്. ഹീൽ ദ സിക്ക് ആൻഡ് പ്രീച്ച് ദ കിങ്ഡം ഓഫ് ഗോഡ് എന്ന കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്. അപ്പോൾ സഭ ഏറ്റുവാങ്ങുമ്പം സഭയിലെ എല്ലാ അംഗങ്ങൾക്കുമുണ്ട്. പക്ഷേ തൊട്ട ഉടനെ മറിഞ്ഞു വീണ് സൗഖ്യമാകുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. എല്ലാ തരത്തിലുമുള്ള സൗഖ്യം, വ്യക്തിപരമായ ബന്ധങ്ങളിലുള്ള തകർച്ചകളെ സൗഖ്യമാക്കുക, മാനസികമായ സമ്മർദ്ദങ്ങളെ ലഘൂകരിച്ച് സൗഖ്യം കൊടുക്കുക, അല്ലെ സമൂഹങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളെ ഇല്ലാതാക്കിയിട്ട് അനുരഞ്ജനം കൊണ്ടുവരിക, ഇതെല്ലാം സൗഖ്യദാനത്തിൻ്റെ ഭാഗങ്ങളാണ്. തിരുമേനി അതൊക്കെയാണ് പ്രവർത്തിച്ചതെന്ന് തിരുമേനിയുടെ രചനകളും ജീവചരിത്രവും നമ്മൾ നോക്കിയാൽ മനസ്സിലാകും. അപ്പോൾ അധ്യാപകൻ എന്ന നിലയ്ക്കും സൗഖ്യദായകൻ എന്നുള്ള നിലയ്ക്കും സഞ്ചാരിയും സാഹിത്യകാരനും എന്നുള്ള നിലയ്ക്കും സാമൂഹ്യ വിപ്ലവകാരി എന്നുള്ള നിലയ്ക്കുമൊക്കെ അദ്ദേഹം ഏതെല്ലാം തരത്തിലുള്ള വ്യക്തിത്വ വികാസം പ്രാപിച്ച ആളായിരുന്നു എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. ഞാനതിപ്പം MGOCSലെ വിദ്യാർത്ഥികളോടാണിത് പറയുന്നത്. ഒരു പള്ളിയിൽ പോയി പരിമല പോയി ഇതെങ്ങനെ പറഞ്ഞാൽ ചിലപ്പോഴേ അവിടെ വരുന്ന സാധാരണ ആളുകൾക്ക് അത് അത്രയും അപ്പീലിംഗ് ആയിരിക്കില്ല. നിങ്ങൾക്ക് വേറൊരു ഒരു ചിന്താധാരയുണ്ട്, നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം പേപ്പറിൽ വന്നൊരു ചെറിയ വാർത്ത, നിങ്ങൾ പേപ്പർ വായിക്കുന്നുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല, ശ്രദ്ധിച്ച് കാണുമായിരിക്കും. ഈ ടർക്കിയുടെയും ഗ്രീസിൻ്റെയും ഇടയ്ക്കുള്ള കടലിൽ, ഈജിയൻ കടൽ എന്നാണ് ഇതിന് പറയുന്നത്, അത് മെഡിറ്ററേനിയൻ കടലിൻ്റെ ഒരു ഭാഗമാണ്. ഈജിയൻ കടലിൽ ഒരു ഭൂമികുലുക്കമുണ്ടായി. അതിൻ്റെ എപ്പിസെൻറ്റർ ആ സമുദ്രത്തിനടിയിലായിരുന്നു. എന്നിട്ട് ഈ സുനാമി പോലെ തിരമാലകൾ ഇടിച്ചു കയറിയിട്ട്
തുർക്കിയുടെ ഇസ്മീർ എന്ന് പറയുന്ന നഗരം പ്രസിദ്ധമായ നഗരമാണ്, പുരാതനമായ നഗരമാണ്. അത് തകർന്നു. ഇപ്പറേ സമോസ് എന്ന് പറയുന്ന ഗ്രീക്കുകാരുടെ ഐലൻഡുണ്ട്, അവിടെ അധികം നാശമുണ്ടായില്ല, എങ്കിലും അവിടെയും നാശമുണ്ടായി. എന്നെ അത് പ്രത്യേകം ഞാൻ ശ്രദ്ധിക്കാൻ കാരണം, ഈ സമോസ് എന്ന് പറയുന്ന ഐലൻഡ് ഞാൻ പോയിട്ടുണ്ട്. ഐലൻഡിൽ ചെല്ലുമ്പോൾ നമ്മൾ ആദ്യമേ അവർ നമ്മളെ കാണിച്ചിരുന്ന കാണുന്നതാണ് ടർക്കി. നമുക്ക് നോക്കിയാൽ കാണാം, ടർക്കിയുടെ ബോർഡർ നമുക്ക് കാണാം, കടലിൽ അത്ര അടുത്താണ് അവർ. പക്ഷേ ബദ്ധവൈരാഗ്യമാണ്. നിങ്ങൾക്കറിയാമല്ലോ അല്ലെ, ചരിത്രം പഠിക്കുന്നവർക്കറിയാം. 700 വർഷങ്ങളായി ഓട്ടോമാൻ എംപയർ വന്നിട്ട് 19ാം നൂറ്റാണ്ടിലാണ് അത് ഇല്ലാതെയാകുന്നത്. 700 വർഷത്തെ ഈ ഓട്ടോമാൻ ഭരണമെന്ന് പറയുന്നത് 1453 ലോകത്തിലെ ഏറ്റവും പ്രശസ്തവും അതിമഹത്വമായിരുന്ന ബിസന്റൈൻ സാമ്രാജ്യത്തെ തകർത്ത് കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്ത് അതിനെ ഈസ്റ്റാംബിൾ എന്ന് പേര് കൊടുത്ത് തുർക്കികൾ ഭരിക്കാൻ തുടങ്ങി. അതിനുശേഷം സംഭവിച്ചെന്താ നിങ്ങൾക്കറിയാം. ഇപ്പം നമ്മൾ ഈ തുർക്കി എന്ന് പറയുന്ന രാജ്യം മുഴുവൻ ഗ്രീക്ക് ഓർത്തഡോക്സുകാരായിരുന്നു. എന്ന് പറഞ്ഞാൽ ജനറ്റിക്കായിട്ട് തന്നെ ഗ്രീക്ക് വംശത്തിൽ പിറന്നവരായിരുന്നു ബഹുഭൂരിപക്ഷവും അവിടെ ഉള്ളത്. വേദപുസ്തകത്തിൽ പറയുന്ന മിക്കവാറും സ്ഥലങ്ങൾ, വെളിപാട് പുസ്തകത്തിലെ 7 സഭകളെല്ലാം തന്നെ ഈ തുർക്കിയിലായിരുന്നു. അതുപോലെ നമ്മൾ കപ്പഡോഷ്യൻ ഫാദേഴ്സ് എന്ന് പറയുന്ന ആളുകൾ ഈ തുർക്കിയിലെ അനത്തോലിയ ഭാഗത്ത് ജീവിച്ചിരുന്നവരാണ്. വലിയ വേദശാസ്ത്ര സംഭാവനകൾ നൽകുകയും വലിയ വിശുദ്ധന്മാരുണ്ടാവുകയും ഒക്കെ ചെയ്ത സ്ഥലമായിരുന്നു. പക്ഷേ ഓട്ടോമാൻ എംപയർ വന്നപ്പോഴത്തേക്ക് അത് പൂർണ്ണമായിട്ടും മാറിക്കഴിഞ്ഞു. പോയിട്ടിപ്പോൾ ഈസ്റ്റാംബുളിൽ അവിടെ ഒരു കെട്ടിടമുണ്ട്, പാത്രികീസ്, എക്യുമെനിക്കൽ പാത്രികീസിൻ്റെ കെട്ടിടമാണ്, അരമനയാണ്. പക്ഷെ അങ്ങോട്ടൊന്ന് കയറി ചെല്ലണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഒരു സ്ലമ്മിൻ്റെ ഇടയ്ക്കാണ് അവരത് വെച്ചിരിക്കുന്നത്. ഞങ്ങളത് എനിക്കത് അത് കണ്ടപ്പോൾ അവിടെ പോയപ്പോൾ ഞാൻ വാസ്തവത്തിൽ കരഞ്ഞു. കാരണം 14ാം നൂറ്റാണ്ട് വരെയുള്ള അതിൻ്റെ ചരിത്രം വായിച്ച് നമ്മൾ അറിഞ്ഞതിന് ശേഷം അവിടെ ചെല്ലുമ്പോഴേ എക്യുമെനിക്കൽ പാത്രികീസ് എന്ന് പറഞ്ഞാൽ റോമാ സാമ്രാജ്യത്തിൻ്റെ മുഴുവൻ പാത്രികീസ് എന്നാണ് വാക്കിൻ്റെ അർത്ഥം. എക്യുമെനി എന്ന് പറഞ്ഞാൽ റോമൻ എംപയർ എന്നായിരുന്നു വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ റോമാ സാമ്രാജ്യത്തിൻ്റെ മുഴുവൻ പാത്രികീസിനെയാണ് എക്യുമെനിക്കൽ പാത്രികീസായിട്ട് അവിടെ എംപറർ കഴിഞ്ഞ അടുത്ത സ്ഥാനമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അപ്പോൾ അവിടെ കയറാൻ സാധിക്കുകയില്ല. അതിൻ്റെ ഒരു ഗേറ്റ് ഇപ്പോഴും അടച്ചിട്ടിരിക്കുകയാണ്. ആ ഗേറ്റ് ഒരിക്കലും പിന്നെ തുറന്നിട്ടില്ല. ആ ഗേറ്റിൽ ഓട്ടോമാൻ ഒരു പാത്രികീസിനെ അവരെ കഴുത്ത് വെട്ടിയിട്ട് ആ ഗേറ്റിൽ തൂക്കിയിട്ടതാണ്. അദ്ദേഹത്തിൻ്റെ പിൻഗാമി AD 2000 ഇവിടെ വന്നത് നിങ്ങൾ ഓർക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോഴത്തെ ബർത്തലോമിയോ പാത്രികീസ് നമ്മുടെ പെരുമല പള്ളിയിലൊക്കെ വന്നതാണ്. അപ്പം ഇത് അന്നു മുതലുള്ള വൈരാഗ്യമാണ്. അപ്പം ഈ ബോർഡർ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് അതിൻ്റെ പ്രയാസങ്ങൾ അറിയാവുന്ന സൈപ്രസ് ചെല്ലുമ്പോഴാണ്. സൈപ്രസിനെ 2ആയിട്ട് ഭാഗിച്ചിരിക്കുക. ഇതൊക്കെ നമുക്ക് നടന്നുപോയി കാണാവുന്ന സംഗതികളാണ്. സൈപ്രസിൻ്റെ കിഴക്ക് ഭാഗം തുർക്കിയും പടിഞ്ഞാറ് ഭാഗം ഗ്രീക്കുകാരനുമാണ്. അപ്പം ഗ്രീക്കുകാരുടെ സൈപ്രസും തുർക്കിയുടെ സൈപ്രസുമാണ്. അപ്പം അതിന്മേൽ 2 കൂട്ടരും അവകാശം ഉന്നയിക്കുകയാണ്. ഇത്ര ദുർഘടമായൊരു സമയത്ത് കടന്നു പോകുമ്പോഴാണ് ഈ ഭൂകമ്പം ഉണ്ടാകുന്നത്. ബോർഡർ അങ്ങ് താർത്ത് കളഞ്ഞു. ഗ്രീക്ക് ടർക്കിഷ് ബോർഡർ എന്ന് പറഞ്ഞാൽ ആർക്കും ചോദ്യം ചെയ്യാനാവാത്ത അലംഘ്യമായ അതിരാണ്. ഒറ്റയടിക്ക് ഭൂകമ്പം വന്നിട്ട് അതങ്ങ് തകർത്തു. അത് സാമോസിലും ഇസ്മീറിലും എല്ലാം അതിൻ്റെ പ്രശ്നമുണ്ട്. അപ്പം ഞാനിത് എന്തിനാന്ന് പറഞ്ഞ് നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ലത്. ഈ ബോർഡേഴ്സ് എന്ന് പറയുന്ന അതിരുകളെന്ന് പറയുന്നത് നമ്മളുണ്ടാക്കുന്നതാണ്, മനുഷ്യനുണ്ടാക്കുന്നതാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ അങ്ങനെയുള്ള അതിരുകളൊന്നുമില്ല. ബോർഡർ ഈസ് എ ഹ്യൂമൻ ക്രിയേഷൻ. അതിൻ്റെ പ്രശ്നം അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഒരടി ഇപ്പുറം നിൽക്കുന്നയാളും ഒരടി അപ്പുറം നിൽക്കുന്നയാളും തമ്മിൽ പിന്നെ ശത്രുതയാണ്. ഞാൻ ഗ്രീക്കുകാരനാണ്, മറ്റേയാൾ തുർക്കിക്കാരനാണ് എന്ന് പറഞ്ഞ് ഉള്ള ശത്രുതയാണ്. ഈ പരുമല തിരുമേനിയെ പോലുള്ള ആളുകൾ ഈ ബോർഡറിനെ അതിലംഘിക്കുന്ന ആളുകളാണ്. നിങ്ങൾ ആധ്യാത്മിക ചരിത്രം വായിച്ചാൽ വലിയ മിസ്റ്റിക്കുകൾ എന്ന് പറയുന്ന ആളുകൾ അവരെ എല്ലാ മതങ്ങളിലും പെട്ട ആളുകൾ അവരെ സ്വീകരിക്കും. നിങ്ങൾ പരുമല പഴയ രീതിയിലാണെങ്കിൽ പരുമല കബറിങ്ങിൽ ചെന്നാൽ അവിടെ വരുന്ന എല്ലാവരും ക്രിസ്ത്യാനികളൊന്നുമല്ല അല്ലേ. അവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും മറ്റാളുകളും എല്ലാം തന്നെ അവിടെ പ്രാർത്ഥിക്കാനായിട്ട് വരുന്നുണ്ട്. കാരണം അവർക്കൊരു ദർശനം കിട്ടി. ഈ മനുഷ്യൻ, ഈ പരുമല തിരുമേനി ഈ അതിരുകൾക്ക് അപ്പുറത്ത് പോയ ആളാണ്. അവിടെയാണ് തിരുമേനി പറഞ്ഞ വിശുദ്ധമായ നഗ്നത. അപ്പോൾ അവിടെ മറവൊന്നുമില്ല. അതുകൊണ്ട് എല്ലാവർക്കും കാണാം ഇദ്ദേഹം ഈ അതിരുകൾക്ക് അപ്പുറത്തേക്ക് പോയ ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു,
അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ അഭയം തേടുന്നു എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പം ഈ ബോർഡർ അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിക്കണം. ബോർഡേഴ്സ് ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങൾക്ക് ഈ കുറച്ച് പരിചയം കാണും. ആദിവാസികളുടെ ജീവിത രീതിയൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ളവരിവിടെ കാണും. ആദിവാസികളുടെ ഗോത്രങ്ങളൊക്കെ തമ്മിൽ വഴക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഭൂമിയിൽ അവർക്ക് അതിരുകളൊന്നുമില്ല. ഭൂമി എല്ലാവരുടെയുമാണ്. അത് അമേരിക്കയിലെ റെഡ് ഇന്ത്യൻസ് ആണെങ്കിലും ഇന്ത്യയിലെ അട്ടപ്പാടിയിലെ ആദിവാസികളാണെങ്കിലും ഒക്കെ അങ്ങനെ. ഇപ്പം പിന്നെ നമ്മുടെ ഗവൺമെൻറ്റാണ് നിങ്ങൾക്ക് 10 സെൻറ്റിന് 10 സെൻറ്റ് അവൾക്കെന്ന് പറഞ്ഞ് ഭാഗിച്ച് കൊടുക്കുമ്പോൾ ആദ്യമൊന്നും അവർക്ക് മനസ്സിലായിട്ടില്ല ഈ വിഭജനത്തിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത്. അപ്പോൾ ഈ ബോർഡേഴ്സ് നമുക്ക് ചില കാര്യങ്ങൾ ബോർഡേഴ്സ് നമുക്ക് ആവശ്യമാണ്. പക്ഷേ നമുക്ക് താഴ്ന്ന മതിലേ കെട്ടാവുള്ളൂ. ഈ ഡൊണാൾഡ് ട്രംപ് നാളെ അറിയാം അദ്ദേഹം അടുത്ത പ്രസിഡന്റ് ആകുമോ ഇല്ലയോ എന്നുള്ളത്. നാളെ അമേരിക്കക്കാരെല്ലാം ലോകം മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വന്നപ്പോഴേ പറഞ്ഞ് എന്തൊരു ഭയങ്കരമാണ് അല്ലേ, മെക്സിക്കോയ്ക്കും അമേരിക്കയ്ക്കും ഇടയ്ക്ക് ആക്ഷരികമായിട്ട് ഭിത്തി കെട്ടണമെന്ന് അദ്ദേഹം പറഞ്ഞത്, ബോൾ സൃഷ്ടിക്കണമെന്ന് പറഞ്ഞ്. അതൊക്കെ 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും സമ്പൽ സമൃദ്ധമായ ഒരു രാഷ്ട്രത്തിൻ്റെ തലവനാണ് അത് പറയുന്നത് എന്നൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ എനിക്കൊന്നും അത് മനസ്സിലായിട്ടില്ല എന്താണെന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് ബോർഡർ ആവശ്യമുണ്ടെങ്കിൽ ചെറിയ ബോർഡറുകൾ കെട്ടാം. വലിയ ആകാശത്തോളം എത്തുന്ന ബോർഡറുകൾ വെട്ടിയിട്ട് മനുഷ്യന് ദൈവം സഹജമായിട്ട് നൽകിയിരിക്കുന്ന ഈ ചില സൗഹൃദങ്ങളുണ്ട്. അത് നമ്മൾ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരാളിനെ കണ്ടു. അയാൾ എന്നെപ്പോലെ കുപ്പായമല്ല, അയാളൊരു സാധാരണ രീതി നല്ല വേഷമിട്ടിരിക്കുന്നു. അദ്ദേഹം മുണ്ടും ഷർട്ടും ധരിച്ചിരിക്കുന്നു. ഞാൻ അയാളോട് സംസാരിക്കണമെങ്കിൽ ആദ്യം അയാളുടെ പേരും നാളും മാമോദിസ മുങ്ങിയ തീയതിയും ഏത് പള്ളിയിലാണ് മാമോദിസ മുങ്ങിയെന്നും ഒക്കെ അന്വേഷിച്ചിട്ടാണോ ഞാൻ അയാളോട് സംസാരിക്കുന്നത്? ആണോ? അത് ഞാൻ ദൂരെ നിന്ന് മനസ്സിലാക്കി ഇതൊരു മനുഷ്യനാണെങ്കിൽ എൻ്റെ അതേ വംശത്തിൽപ്പെട്ടവനാണ്, എൻ്റെ കുടുംബത്തിൽപ്പെട്ടവനാണ് അല്ലേ, എൻ്റെ അതേ രക്തമാണ് അയാളിലും പോകുന്നത്. ഞാൻ ആത്മീയ വിശ്വാസിയാണെങ്കിൽ ദൈവത്തിൻ്റെ മകനാണ്, അത് ഞാനും ദൈവത്തിൻ്റെ മകൻ, അപ്പം ഞങ്ങൾ സഹോദരങ്ങളാണ്. അടിസ്ഥാനപരമായിട്ട് ഈ ഒരു ബന്ധത്തിലാണ് നമ്മൾ മനുഷ്യരോട് പെരുമാറേണ്ടത്. അങ്ങനെ പെരുമാറുന്ന ഒത്തിരിയേറെ ആളുകളുണ്ട്. അല്ലാതെ ഇതെല്ലാം നാരായണ ഗുരുവിൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഈ ജാതി വ്യത്യാസം വളരെ ശക്തമായിട്ട് നിന്ന കാലത്ത് നാരായണ ഗുരു ഒരു ട്രെയിനിൽ, അന്നത്തെ ബ്രിട്ടീഷ് കാലത്തെ ട്രെയിനാണ്, നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളാരും കണ്ടിട്ടില്ല ആ ട്രെയിനിൽ അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്നത് ഒരു ആഢ്യൻ നമ്പൂതിരിയാണ്. അപ്പം നമ്പൂതിരി ഇടയ്ക്കിടയ്ക്ക് ഇയാളിനെ നോക്കുന്നുണ്ട്. അദ്ദേഹം കണ്ടാൽ അത്ര വലിയ നിറമൊന്നുമില്ല നാരായണ ഗുരുവിന്, ഒരു സാധാരണക്കാരനായ മനുഷ്യൻ, മിക്കവാറും താണജാതി ആയിരിക്കാൻ സാധിക്കുമെന്നാണ്. പക്ഷേ അദ്ദേഹത്തിന് മുഖത്തൊരു പ്രകാശമുണ്ട്. ആ പ്രകാശം ഈ ആഢ്യൻ നമ്പൂരിയെ ആകർഷിച്ചു. എന്തോ മുഖത്തൊരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് സാധാരണഗതിയിൽ ചോദിക്കാത്ത ഒരു ചോദ്യം, മുഖം തിരിഞ്ഞിരിക്കേണ്ടതാണ്. അതിന് പകരം നമ്പൂരി നാരായണ ഗുരുവിനോട് ചോദിച്ചു, എന്താ പേര്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു നാരായണൻ. അപ്പോൾ നമ്പൂരി ചോദിച്ചു, ഏതാ ജാതി? അപ്പോൾ നാരായണ ഗുരു ചോദിച്ചു, കണ്ടിട്ട് മനസ്സിലായില്ലേ? ഇല്ല, മനസ്സിലായില്ല. എന്നാൽ കേട്ടാലും മനസ്സിലാവില്ലെന്ന് പറഞ്ഞു. ഇത് കർത്താവ് ഇതുപോലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഈ നാണയത്തിൻ്റെ കാര്യമൊക്കെ ചോദിച്ചപ്പോഴേ ഇതുപോലെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള മറുപടി കൊടുക്കുന്നുണ്ട് അല്ലേ. നാണയം കൊണ്ടുവരിക, അതിൻ്റെ ആരുടെ പടമാണ്? കൈസറുടെ. അത് കൈസറിന് അല്ലേ, ദൈവത്തിനുള്ള ദൈവത്തെ കൈസറിനുള്ള, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. അപ്പം അന്നത്തെ കാലത്ത് ഓർക്കണം, ഒരു മനുഷ്യനെ കണ്ടാൽ ആദ്യമേ ചോദിക്കുന്നത് ജാതി ഏതാന്ന് അറിഞ്ഞിട്ട് വേണം അവൻ്റെ അടുത്തിരിക്കാമോ, അവനോട് വല്ലതും വാങ്ങിക്കാമോ, സംസാരിക്കാമോ, ഈ ചോദ്യങ്ങളെല്ലാം. ഞാൻ പറഞ്ഞു അതൊക്കെ മാറിപ്പോയില്ലേ. ഇപ്പോഴും നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ഭാരത രാജ്യത്ത് അത് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്ന ആളുകളുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. അതുകൊണ്ട് നമ്മൾ അതൊന്നും നോക്കിയിട്ടില്ല. നമ്മൾ സൗഹൃദം, ഒരു മനുഷ്യനെ കാണുമ്പോൾ സൗഹൃദം ഉണ്ടാകുന്നു. ആ സൗഹൃദം സഹജമായ സൗഹൃദമാണ്. എനിക്ക് വിശക്കുന്നു, നിനക്കും വിശക്കുന്നു, നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. ഇത് സഹജമായ ഒരു ബന്ധമാണ്. ഞാൻ ചില കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു, നീയും അതിനോട് ബന്ധപ്പെട്ട് ചിന്തിക്കുന്നു, നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. അത് സഹജമായ ഒരു ബന്ധമാണ്. ഇങ്ങനെ മനുഷ്യരെ തമ്മിൽ സഹജമായി ബന്ധിപ്പിക്കുന്ന ഒത്തിരിയേറെ ഇഴകളുണ്ട് അല്ലേ. അത് നമ്മൾ തകർത്ത് കളയുകയാണ്. അതെ, തകർത്ത് കളയുക.
അതൊരിക്കലും നിങ്ങളതിൽ പെട്ടുപോകരുതെന്നാണ് എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് എനിക്ക് നിങ്ങൾക്കിത് പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? കാരണം ഞാൻ പറയുമ്പോൾ നിങ്ങൾ പലരും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നെനിക്കറിയാം. ഞാൻ അധ്യാപകനായതുകൊണ്ട് അത് പറയുന്നത് കേട്ടോ. ഞാൻ അധ്യാപകനായതുകൊണ്ട് 100 പേരെ എല്ലാ അധ്യാപകർക്കും അറിയാം. 100 പേരുടെ ക്ലാസ്സിലിരുന്നാലും അതിലൊരാളിൻ്റെ മുഖത്ത് ഒരു മാറ്റം വന്നാൽ, ഒരാൾ കണ്ണടച്ചാൽ അധ്യാപകൻ അത് കാണും. അതുകൊണ്ട് സോറി, ഞാൻ ഇത്തിരി 10-40 വർഷം പഠിപ്പിച്ചത് കൊണ്ട് പറ്റിയ ഒരു സംഗതിയാണ്. അപ്പോൾ പ്രധാനമായിട്ട് കൾട്ടിവേറ്റ് വാട്ട് ഗോഡ് ഹസ് ഗിവൺ ടു യു ഫ്രം യുവർ വെരി ബർത്ത്. നിങ്ങൾക്ക് സഹജമായിട്ട് ജന്മനാ തന്നെ ദൈവം നൽകിയിരിക്കുന്നതായ വരങ്ങളെ, താലന്തുകളെ നിങ്ങൾ വർദ്ധിപ്പിക്കണം, കൾട്ടിവേറ്റ് ചെയ്യണം. അത് പ്രധാനമായിട്ടും മനുഷ്യ ലോകത്തിൻ്റെ പൊതു നന്മയ്ക്ക് വേണ്ടിയായിരിക്കണം, നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ല. പൊതു നന്മയ്ക്ക് വേണ്ടി നമ്മൾ അത് കൾട്ടിവേറ്റ് ചെയ്താൽ തീർച്ചയായും അത് ഫലപ്രദമായി തീരും. പരിമല തിരുമേനിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാനതെല്ലാം പറഞ്ഞു തുടങ്ങിയത്. ഈ തിരുമേനിയെ നമ്മൾ ആദരിക്കുന്നതിൻ്റെ, അല്ലെ പാമ്പാട് തിരുമേനിയെ ബഹുമാനിക്കുന്നതിൻ്റെ, അല്ലെ അതുപോലെയുള്ള വിശുദ്ധന്മാരെ ആദരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട സംഗതി അവിടെ സ്വാർത്ഥതയില്ല. ഈ സ്വാർത്ഥതയാണ് നമുക്കെല്ലാം അക്വയർ ചെയ്യണം, പൊസഷൻ ഉണ്ടാവണം, അതിന്മേൽ വേറെ ആരും തൊടാൻ പാടില്ല, അതിന് വേലി കെട്ടണം, ബോർഡർ ഉണ്ടാക്കണം. ഇതെല്ലാം പറയുന്ന നല്ല പേരുകളൊക്കെ ഉണ്ട് അതിന് കേട്ടോ. സ്വാർത്ഥത എന്ന് ഞാൻ പറയുമെങ്കിലും അത് എൻലൈറ്റൻഡ് സെൽഫ് ഇൻട്രസ്റ്റ് എന്നും നമ്മുടെ വ്യക്തിത്വ വികാസമെന്നും അച്ചീവിങ് സക്സസ് എന്നും ഒക്കെ അതിന് പല പേരുകൾ പറയും. പക്ഷെ ഓർത്തോണം, ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് നമ്മൾ പരിമല തിരുമേനിയുടെ ഈ ഓർമ്മ ദിവസം ഇന്നവിടെ എനിക്കറിയാം വളരെ ഒരു ട്രയംഫൽ പ്രൊസഷനൊക്കെ നമ്മളവിടെ, ഞാനും കോളേജിൽ പഠിക്കുന്ന കാലത്ത് ധാരാളം അതിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ ഒരുപക്ഷെ അതിലും പ്രയോജനപ്രദമായിരിക്കാം നിങ്ങളിവിടെ ശാന്തമായിട്ടിരിക്കുകയും നമുക്കൊരുമിച്ച് ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുന്നത്. അടുത്ത 1 വർഷത്തിനകം നമ്മുടെ MGOCS ഒരു 10 പേരെങ്കിലും ഒരു വോളണ്ടിയറിങ് സ്പിരിറ്റോടുകൂടി ഒരു കമ്മിറ്റ്മെൻറ്റ് കാണിക്കുന്ന ആ ഒരു അനുഭവത്തിലേക്ക് വരണമെന്ന് ഞാൻ വളരെ താഴ്മയോടെ ആഗ്രഹിക്കുന്നു. അതായത് ഈ ലോകത്തിന് എങ്ങനെ നമുക്ക് സേവനം നൽകാൻ സാധിക്കും. എനിക്കെൻ്റെ പഠനമുണ്ട്, എൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ഹൗ ക്യാൻ വി കോൺട്രിബ്യൂട്ട് സംതിങ് ടു ദ കോമൺ ഗുഡ്? പൊതു നന്മയ്ക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അത് സഭയുടെ ഒരു വട്ടത്തിനകത്തോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ അതിരിനകത്തോ മാത്രമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യർക്ക് വേണ്ടിയും സകല സൃഷ്ടിക്കും വേണ്ടിയും നമുക്ക് എങ്ങനെ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ നൽകാൻ സാധിക്കും എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ചില വ്യക്തമായ രൂപരേഖകളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. അതിൽ സന്നദ്ധരായ ആളുകൾ, ചെറുപ്പക്കാർക്കാണ് സാധിക്കുന്നത്. അവരതിന് മുൻപോട്ട് വരണം. അതിനുവേണ്ട എല്ലാ പിന്തുണയും തീർച്ചയായും അഭിമന്യ തിരുമേനിയും ഈ പ്രസ്ഥാനവും അതിൻ്റെ നേതാക്കന്മാരും തരുമെന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. എല്ലാവർക്കും വിശുദ്ധമായ സർഗാത്മകമായ ഒരു പുതിയ വർഷം ഞാൻ പറഞ്ഞ MGOCSൻ്റെ ഒരു പുതിയ വർഷം കൂടിയാണിത് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. തിരുമേനിയോടും ജീസസിനും പ്രത്യേകമായ നന്ദിയും അറിയിക്കുന്നു.